നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ നാളെ കളിക്കാൻ ഇറങ്ങുമ്പോൾ എമി മാർട്ടിനസ് അർജൻറ്റീന ടീമിൻ്റെ നിരയിലുണ്ടാകും. പക്ഷേ എമി പറയുന്നു, ഓരോ ദിവസവും വേദന സഹിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ച അവസാന മത്സരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിരലിന് പൊട്ടലേറ്റത്. എന്നിട്ട് അദ്ദേഹം കളിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ അതിനുശേഷം അർജൻറ്റീന ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു. സർജറി വേണം ശരിക്കും ആ വിരലിൻ്റെ പൊട്ടൽ പരിഹരിക്കപ്പെടാൻ. പക്ഷേ അത് വേണ്ട. അങ്ങനെ സർജറി ചെയ്താൽ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് സർജറി വേണ്ടാൻ തീരുമാനിച്ചത്. ഇപ്പോൾ വേൾഡ് കപ്പിൽ ഓരോ കളിക്കിറങ്ങുമ്പോഴും ഓരോ ദിവസവും തനിക്ക് നല്ല വേദനയുണ്ട്, എന്നാലും താൻ കളി തുടരുകയാണ് എന്ന് എമിലിയാനോ മാർട്ടിനസ് തുറന്നു പറയുന്നു. ഇന്നലെ വേൾഡ് കപ്പ് ഫൈനലിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ എമി മാർട്ടിനസ് പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, എൻ്റെ കൈവിരൽ ഇപ്പോഴും വേദനയുണ്ട്, എല്ലാ ദിവസവും വേദനയുണ്ട്. എനിക്കറിയാം അതിനിയും എന്നെ ഒരുപാട് വേദനിപ്പിക്കുമെന്ന്. ഞാൻ ശസ്ത്രക്രിയ ഒഴിവാക്കിയതാണ്. എല്ലാ സ്പെഷ്യലിസ്റ്റുകളും, ഞാനത് US-ലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും കൺസൾട്ട് ചെയ്ത എല്ലാ സ്പെഷ്യലിസ്റ്റുകളും എന്നോട് പറഞ്ഞത് എനിക്ക് സർജറി വേണമെന്നാണ്. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ എനിക്ക് അങ്ങനെ ട്രെയിനിങ് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് റൗണ്ട് ഓഫ് 16 ആകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാടൊന്നും ചിന്തിക്കുന്നില്ല. ഐ ഫീൽ മച്ച് ബെറ്റർ എന്നാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം അദ്ദേഹം പറയുന്നുണ്ട്, നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അടുത്തൊരു വേൾഡ് കപ്പ് കൂടി നേടുകയാണെങ്കിൽ ഞാൻ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുന്നതാണെന്ന് അദ്ദേഹം പറയും. പിന്നെ ഒന്നും നേടാനില്ല. അപ്പോൾ അദ്ദേഹത്തോടത് വീണ്ടും മാധ്യമങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, അന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, എന്താണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, യെസ്, ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ നിക്കോയോടാണ് AFA ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് ഒരു ട്രെയിനിങ്ങിനിടക്കാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അടുത്ത ഒരു വേൾഡ് കപ്പ് കൂടി നേടുകയാണെങ്കിൽ ഞാൻ വിരമിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ആദ്യം വിജയിക്കട്ടെ, എന്നിട്ട് പോരെ അതിനെക്കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ. ഇപ്പോൾ വിജയത്തിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ടീം വെച്ച് തീർച്ചയായിട്ടും ഓരോ വർഷവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. സംടൈംസ് എന്താണ് ഇപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തതെന്ന് ഓർത്ത് ഞാൻ കരയാറുണ്ട്. സോ സ്റ്റിൽ ഇനിയും ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ വരാനുണ്ട്, എൻജോയ് ചെയ്യാനുമുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ അതിനെ കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വിരമിക്കില്ല, അതൊക്കെ അന്നത്തെ ഒരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞതല്ലേ എന്ന ടോണിലാണ് ആൾ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ വേൾഡ് കപ്പിനെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇതിനേക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യക്കെതിരെയുള്ള കളിക്ക് ശേഷം ഞാൻ കുറേ സഫർ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ഒരുപാട് ഷോട്ടുകളൊന്നും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ താരങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്തൊക്കെ പോവുകയും ചെയ്തു, തിരിച്ചും വന്നു, ചില ഗോളുകളൊക്കെ വന്നു. എന്നാൽ ഞാൻ ഡിസിസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കുന്നുണ്ട് വിത്ത് മൈ ഫീറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞായറാഴ്ച സ്പെയിനെതിരെ ഞാൻ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ മെസ്സി നേരത്തെ സമ്മർദ്ദമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ എമി മാർട്ടിനസും പറയുന്നു, തീർച്ചയായിട്ടും സമ്മർദ്ദമൊന്നുമില്ല. ഇപ്പം ഗോൾ വലയം കുലുങ്ങിയാൽ പോലും അടുത്ത കളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ സെയിം ദിബു തന്നെയായിരിക്കും, പ്രഷറില്ല. ഞാൻ എൻ്റെ ഗ്ലൗസ് എടുത്തിടുമ്പോൾ ആ പഴയ ദിബു തന്നെയാണെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എന്നുകൂടി എമി മാർട്ടിനസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.